ഹായ്, വെൽക്കം ടു പ്രപ്സ്കേൽ. HST വീര ബാച്ച്. വീര ബാച്ച് സ്പെഷ്യലി എക്സാം ഓറിയന്റഡ്, എക്സാം ഓൺലി ബാച്ചാണ് വീര ബാച്ച്. എക്സാം എഴുതിക്കൊണ്ട് എക്സാമിലൂടെ നമ്മൾ ചോദിക്കുന്ന, നമുക്ക് ചോദ്യം വരുന്ന ഭാഗങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ട് എക്സാം എഴുതി മുന്നേറിക്കൊണ്ട് ഏറ്റവും നല്ല മാർക്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്താനുള്ള ബാച്ചാണ് നമ്മുടെ വീര ബാച്ച്. വീര ബാച്ച് ഇതിനു മുമ്പ് 1, 2, 3 വീര ബാച്ചുകൾ ഉണ്ടായിരുന്നു. ആ വീര ബാച്ച് വളരെ വേഗം തന്നെ ഫില്ലായി. അങ്ങനെയാണ് നമ്മൾ 4ാമത്തെ വീര ബാച്ചിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ പുതിയ വീര ബാച്ച്, അതായത് വീര ബാച്ച് 4 ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സാം ഉള്ളി ബാച്ച്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയണം. നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലികളിൽ പോകുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടോ താൽക്കാലികമായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണസമയ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് കഴിയുന്നുണ്ടാവില്ല, ഒരു ക്ലാസ് തിരഞ്ഞെടുത്ത് അങ്ങനെ പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്നാൽ സബ്ജക്റ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അത്യാവശ്യം ധാരണയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എക്സാം എഴുതിയുള്ള പ്രാക്ടീസ് ആണ്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കാണ് വീര ബാച്ചിൻ്റെ ആവശ്യം. അപ്പൊ എന്താണ് ഈ വീര ബാച്ചിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ഓർക്കണം. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം കഴിയുന്നിടത്തോളം എക്സാം എഴുതി ശീലിക്കണം. എത്രത്തോളം എക്സാം അല്ലെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നോ, ഏതൊക്കെ ഭാഗങ്ങളിൽ വരുന്നോ, എങ്ങനെ വരുന്നു എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ ഭാഗം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ HST വീര ബാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ സിലബസിനെ പൂർണ്ണമായും നിങ്ങളുടെ എക്സാം വരുന്ന സമയത്തേക്ക് സിലബസിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഭാഗത്ത് നിന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ ടോപ്പിക് വൈസ് എക്സാമുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അന്നേ ദിവസം എഴുതുന്നു. അന്നേ ദിവസം ആ എക്സാം എഴുതുന്നതിലൂടെ ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. ആ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കായി. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ് ഈ ടോപ്പിക് എക്സാമുകൾ കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു റിവിഷൻ എക്സാം കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. ആ റിവിഷൻ എക്സാമിലൂടെ ആ ആഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾ മോഡൽ എക്സാമുകൾ നിങ്ങൾ എഴുതും. മോഡൽ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ 100 മാർക്കിൻ്റെ PSC ചോദിക്കുന്ന രീതിയിലുള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ വരുന്ന എക്സാമുകളാണ് മോഡൽ എക്സാമുകൾ, അല്ലേ? അങ്ങനെയുള്ള മിനിമം കുറഞ്ഞത് 20 മോഡൽ എക്സാമുകളെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 20 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഏകദേശം 20x100 ചോദ്യങ്ങൾ വരുമ്പോൾ ഏകദേശം 2000 ചോദ്യങ്ങളെങ്കിലും ആ രീതിയിൽ നിങ്ങൾ പരിചയപ്പെടുമെന്നാണ് ഉറപ്പ് നൽകുന്നത്. ഏറ്റവും കുറഞ്ഞതാണ് 20 മോഡൽ എക്സാമുകൾ പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സാം ബേസ്ഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കി. ആ പ്ലാനിനനുസരിച്ചാണ് എക്സാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നതും, നിങ്ങളത് വർക്ക് ചെയ്യുന്നതും, നിങ്ങളതിൻ്റെ മാർക്ക് നിങ്ങൾ കാണുന്നതും. ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പറഞ്ഞു ടോപ്പിക് എക്സാമുകളുണ്ട്, റിവിഷൻ എക്സാമുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്, പ്രീവിയസ് ഇയർ എക്സാമുകളും ഉണ്ട്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ഈ ഡെയിലി എക്സാം, അതായത് ടോപ്പിക് എക്സാമിലോ റിവിഷൻ എക്സാമിലോ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിന് അത്രത്തോളം വില കൊടുത്തില്ലെങ്കിലും മോഡൽ എക്സാമിന് നിങ്ങൾ നന്നായിട്ട് അതിന് വില കൊടുക്കണം. കാരണം ഓരോ മോഡൽ എക്സാമാണ്. കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ മോഡൽ മാതൃക തന്നെയാണല്ലോ. അപ്പം നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എല്ലാ ഭാഗവും കൂടി നോക്കുമ്പോൾ, പാർട്ട് A നോക്കുമ്പോൾ, നിങ്ങളുടെ സബ്ജക്റ്റ് വരുന്ന പാർട്ട് B നോക്കുമ്പോൾ, എല്ലാ ഭാഗങ്ങളും കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാമിനെ എങ്ങനെ നേരിടുന്നു, എത്രത്തോളം സീരിയസ് ആയിട്ട്, എത്രത്തോളം മികച്ചതായിട്ട് നേരിട്ടു, നിങ്ങളുടെ റാങ്ക് എവിടെയാണ് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നത് ആ മോഡൽ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിന് കുറച്ചുകൂടി പ്രാധാന്യം നിങ്ങൾ നൽകണം. അപ്പോൾ എല്ലാ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. നമ്മൾ വീക്ക്ലി റിവിഷൻ എക്സാമുകളുടെ കാര്യം പറഞ്ഞു, ഡെയിലി എക്സാം ബേസ്ഡ് ഓൺ സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം പറഞ്ഞു. 20 മോഡൽ എക്സാമുകൾ ഏറ്റവും മിനിമം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുണ്ടായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു.
ഓൾ പ്രീവിയസ് ഇയർ എക്സാമുകൾ, ഇതുവരെ നടന്ന ഈ HSTയുടെ പാറ്റേണിലുള്ള പ്രീവിയസ് ഇയർ എക്സാമുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു. അപ്പോൾ അതും ഉണ്ടായിരിക്കും. പിന്നെ ഓരോന്നിനും ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് ചെയ്തത്, അത് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ നിങ്ങൾ എക്സാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്ര സമയം എടുത്തു, തെറ്റെത്ര വന്നു, ശരി എത്ര വന്നു, എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ശരിയാ ചെയ്തത്, പിന്നെ ഈ അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫീച്ചറോട് കൂടിയതാണ് നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ 2000 ചോദ്യങ്ങൾ, പിന്നീട് പ്രീവിയസ് എക്സാമുകൾ, 120ഓളം ടോപ്പിക് വൈസ് എക്സാമുകൾ, വീക്ക്ലി റിവിഷൻ എക്സാമുകൾ, ഇതെല്ലാം കൂടി ഏകദേശം വീണ്ടും നിങ്ങളൊരു 2000-നടുത്ത ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഏകദേശം 4000 ചോദ്യങ്ങൾ, 4000 ഉത്തരങ്ങൾ, 4000 വസ്തുതകൾ നിങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ എക്സാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇത്ര ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രത്തോളം എഴുതിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കാനും ഏറ്റവും നന്നായി എക്സാം എഴുതാനും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്തണമെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ബാച്ചാണ് HST എക്സാം ഓൺലി വീര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വീര ബാച്ചിന്റെ 4ാമത്തെ ബാച്ച്, വീര 4th ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് 23/5/2025 എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ബാച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ റേറ്റ് ആണുള്ളത്. അപ്പോൾ ഈ ബാച്ചിന്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് 899 രൂപ മാത്രമാണ് ഇതിന്റെ ഓഫർ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഈ ബാച്ചിൽ നിങ്ങൾക്ക് ചേരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.